CAA നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലുവച്ച കള്ളം പ്രചരിപ്പിക്കുന്നതായി കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും RSP നേതാവുമായ NK പ്രേമചന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമം എങ്ങനെ നടപ്പാക്കാതിരിക്കുമെന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചത് മീഡിയ വൺ ദേശീയപാതയിലായിരുന്നു. CAA നിയമം നടപ്പിലാക്കില്ലെന്ന LDF പ്രചരണം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. CAA-യുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ UDF MPമാർ പങ്കെടുത്തില്ലെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കേരള രാഷ്ട്രീയത്തെ CPM വർഗീയവൽക്കരിക്കുകയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു. CAA വിഷയത്തിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്നും കേരള സർക്കാരിന് CAA നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് NK പ്രേമചന്ദ്രൻ പറയുന്ന വീഡിയോയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മീഡിയ വണ്ണിൻ്റെതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ പോസ്റ്റ് കാണാനില്ല. ഇതെന്തു പറ്റി? മീഡിയ വൺ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ പോസ്റ്റിന് കീഴെ വന്ന കമൻറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഈ പോസ്റ്റിൽ പ്രേമചന്ദ്രനെതിരായി നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് എത്തിയത്. ഈ കമൻറ്റുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് കണ്ട് പോസ്റ്റ് പിൻവലിക്കാൻ പ്രേമചന്ദ്രൻ്റെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നതും. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരും അനുഭാവികളുമായിരുന്നില്ല പ്രേമചന്ദ്രൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട മീഡിയ വണ്ണിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റ് ചെയ്തത്. മീഡിയ വൺ കാണുന്ന സാധാരണക്കാരായ മുസ്ലിം പേരുകാരായിരുന്നു അവർ. തങ്ങളുടെ ആശങ്കകൾ അധികരിച്ചപ്പോൾ കമൻറ്റുകളുമായി രംഗത്തെത്തിയവരായിരുന്നു അധികവും. പ്രേമചന്ദ്രൻ്റെ പ്രസ്താവന അത്രത്തോളം അവർക്ക് ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ തൻ്റെ പ്രസ്താവന വിവാദമായി മാറിയെന്നും വരുന്ന തിരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്നും പ്രേമചന്ദ്രൻ മനസ്സിലാക്കുന്നത് മീഡിയ വൺ ഫേസ്ബുക്ക് പേജിലെ ഈ പോസ്റ്റിന് കീഴെ വന്ന കമൻറ്റുകൾ നോക്കിയാണ്. ഇതോടുകൂടിയായിരിക്കണം പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായതും. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്.